വനനിയമ ഭേദഗതി ഉപേക്ഷിച്ച് സർക്കാർ ഭേദഗതി തുടരാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആശങ്കകൾ പരിഹരിക്കാതെ നിയമം ഭേദഗതി ചെയ്യില്ല. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത് ദുഃഖകരം. വന്യമൃഗ ശല്യത്തിൽ നിന്നും ശാശ്വത പരിഹാരമാണ് നോക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിശദാംശങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, വന നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദമാക്കിയത്? സുരേഷ്, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ടത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുമെന്നും ഒപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടും ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. 1961 കേരള വനനിയമത്തിന്റെ ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് 2013 എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അന്ന് UDF സർക്കാരായിരുന്നു ഈ തീരുമാനം കൊണ്ടുവന്നത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെ കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ സർക്കാർ ഗൗരവമായി കാണുകയാണ്. ഒപ്പം തന്നെ കർഷകർക്കും മലയോര മേഖലകളിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും ന്യായമായ താല്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ലക്ഷ്യം സർക്കാരിനില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടി ആകണം എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് എന്നുള്ളൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ മനുഷ്യരുടെ നിലനിൽപ്പിനും പുരോഗതിക്കും അതിലൂടെ പ്രകൃതിയുടെ വിശാലമായ സംരക്ഷണത്തിനും പര്യാപ്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. കേരളത്തിന്റെ ആകെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതിൽ 11,309 ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ്. 1,525.5 കിലോമീറ്റർ തോട്ടങ്ങളാണ്. ഇതെല്ലാം തന്നെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിലെ ആശങ്കകളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇടതുപക്ഷം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഈ നിലപാടാണ് എന്ന് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതേസമയം തന്നെ നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടരുത് എന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വെള്ളം ചേർക്കരുത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്കടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ സമീപനം സർക്കാർ ഉയർത്തുമെന്നും ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ വന ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്, ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നിലപാട് അറിയിക്കുന്നത്. സുരേഷ്, ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.